സുപ്രസിദ്ധ സുശേഷ പ്രസംഗനായിരുന്ന മോഡി D.L. മൂഡി എന്ന് പറയുന്നതായ ഒരു വലിയ ദേവദാസനുണ്ടായി. അദ്ദേഹം ഒരിക്കൽ വലിയൊരു ജനത്തോട് സുശേഷം അറിയിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അദ്ദേഹത്തിന് പറയാനുള്ളത് മറ്റൊന്നുമായിരുന്നില്ല. സ്വർഗം എന്താണ്, സ്വർഗത്തിന്റെ മനോഹാരിത, അത് അദ്ദേഹം സ്വർഗത്തിലെ ആനന്ദം അവയെക്കുറിച്ച് ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ സ്വർഗത്തിൽ എന്തെല്ലാം ഉണ്ട് എന്ന് വർണ്ണിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ മുൻപിൽ ഇരുന്ന ഒരു ശ്രോതാവ് അദ്ദേഹത്തോട് ഇങ്ങനെ ചോദിച്ചു, അതായത് അത് താങ്കൾക്ക് മരിക്കുവാൻ ഭയമുണ്ടോ, നിങ്ങൾ മരിക്കുവാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. ഉത്തരം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, എനിക്ക് മരിച്ച് ദൈവത്തോട് ചേരുവാൻ എപ്പോഴും ആഗ്രഹം, എനിക്ക് മരിച്ചെന്റെ ദൈവത്തോട് ചേരുവാൻ എപ്പോഴും ആഗ്രഹമാണ്, അതുകൊണ്ട് എനിക്ക് മരണത്തെ ഭയമില്ലെന്ന് തന്റെ ശ്രോതാവിനോട് പറയുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, എനിക്കിപ്പോൾ ജീവിക്കുവാനുള്ള കൃപയാണ് ദൈവം തന്നിരിക്കുന്നത്, നിങ്ങളോട് സുവിശേഷം പറയുവാനുള്ള ദൈവകൃപയ്ക്കായിട്ടാണ് ആ കൃപ തന്നെ നടത്തിയിരിക്കുന്നത്. എന്നാൽ ദൈവം എനിക്ക് എപ്പോൾ മരിക്കുവാൻ കൃപ നൽകുമോ, ഞാനപ്പോൾ മരിക്കുവാൻ തയ്യാറാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എന്താ പൗലോസ് പറഞ്ഞത്? അവൻ ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. നമുക്കൊരു സ്വതന്ത്രം പറയാൻ കഴിയുമോ? ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം അനുവദിച്ച കാലത്തോളം ജീവിക്കുവാൻ ദൈവം നമ്മളെ അനുവദിച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഈ കാലയളവിൽ നമ്മൾ ഓർക്കണം, ക്രിസ്തുവിൽ ജീവിക്കുന്നവർക്ക് മരണം ഒരു പേടി സ്വപ്നമേ അല്ല. ആണോ? ക്രിസ്തുവിൽ ജീവിക്കുന്നവർക്ക് മരണം, D.L. മൂഡി പറഞ്ഞതുപോലെ, മരണം ഒരു പേടി സ്വപ്നമേ അല്ല. അതിനൊരേ ഒരു കാരണമേ ഉള്ളൂ. ആമേൻ. മരണത്തിൽ നിന്ന് ഉദ്ധാനം ചെയ്ത യേശു കർത്താവ് മരണത്തെ പേടി സ്വപ്നമല്ലാതാക്കിയവനാണ്. സ്വന്തം. അപ്പൊ മരണത്തിൽ നിന്ന് ഉദ്ധാനം ചെയ്ത യേശു, അവൻ മരണത്തിന്റെ പേടി സ്വപ്നത്തെ ഇല്ലാതാക്കിയവനാണ്. ആ പേടി സ്വപ്നം ഇല്ലാതാക്കിയവനാ. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, എനിക്ക് മരണത്തെ ഭയമില്ല. എന്നാൽ ദൈവം കൃപ തന്നിരിക്കുന്നത് സുവിശേഷം അറിയിക്കാനാണ്. പ്രിയപ്പെട്ടവരെ, ആയതിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഞാൻ ഇന്ന് പകൽക്കാലം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ വായിച്ച ഒരു വാക്യത്തിൽ ചില ചിന്തകളാണ്. അവിടെ നമ്മളിങ്ങനെ കണ്ടു, സ്വർഗം എന്റെ സിംഹാസനമാ, ഭൂമി എന്റെ പാദപീഠമാ. അപ്പൊ സ്വർഗത്തെ കുറിച്ച് അല്പമായി ഒന്ന് ചിന്തിക്കുവാനായിട്ട് ഈ ആഴ്ചയിൽ ഞാൻ ആഗ്രഹിക്കുക. അടുത്ത ആഴ്ച നരകത്തെ കുറിച്ച് ഒന്ന് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, എന്താണ് സ്വർഗത്തിൽ? ഇവിടെ പറയുകയാണ്, സ്വർഗത്തിന്റെ സന്തോഷം എന്ന് പറയുന്നത് യേശുവിന്റെ മനുഷ്യാവതാരത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 13-14 വാക്യങ്ങളില് സ്വർഗത്തിൽ ഒരു വലിയ സന്തോഷമുണ്ടായി. കാരണം പാപികളെ വീണ്ടെടുക്കുവാൻ, ആമേൻ, വിശുദ്ധ കന്യമറിയാമില് യേശു ജനിക്കുവാനായിട്ട് പോകുന്നതായ തന്റെ ജനന സമയത്താണ് ഈ സംഭവം നടന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ 13 വായിക്കുക, 2:13. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അപ്പൊ നോക്കിക്കോണേ, എന്താണ് സംഭവം എന്നറിയാമോ? ശിശു ജനിച്ചിരിക്കുമ്പോൾ അവിടെ കുറെ ആട്ടിടയന്മാർ തങ്ങളുടെ ഡ്യൂട്ടിയില് അവർ സംതൃപ്തരായി ഭവനത്തെയും കുഞ്ഞുങ്ങളെയും വിട്ട് അവരവിടെ ആയിരിക്കുകയാണ്. ആ സന്ദർഭത്താണ് സ്വർഗം സന്തോഷിക്കുകയാണ്. കോടാനുകോടി ദൂതന്മാർ സന്തോഷിക്കുകയാണ്. ആ സന്തോഷ വാർത്ത ഇവരെ അറിയിക്കുവാനായിട്ട് പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം, ആമേൻ, ദൂതന്മാരോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. എന്താ പറഞ്ഞത്? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഉടൻ തന്നെ സ്വർഗത്തിൽ അടക്കി വെച്ചിരുന്ന മഹാസന്തോഷം പൊട്ടിപ്പുറക്കപ്പെട്ടു.
ഹല്ലേലൂയ. മാനവജാതിയെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ആര് പോകണമെന്ന് സ്വർഗം തീരുമാനിച്ചപ്പോൾ ദൈവം തന്നെ പുത്രനായി ഭൂമിയിൽ അവതരിക്കുവാൻ തക്കവണ്ണം തയ്യാറായപ്പോൾ ആ കുഞ്ഞിന്റെ യേശു കുഞ്ഞായി പിറക്കുമ്പോൾ സ്വർഗത്തിന്റെ സന്തോഷം അടക്കുവാൻ വയ്യാത്ത സന്തോഷമാണ്. അപ്പൊ സ്വർഗീയ വീണ്ടും നമ്മൾ കാണുകയാണ് ആ സ്വർഗ സന്തോഷം, മഹാസന്തോഷം സ്വർഗത്തിൽ പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം പ്രത്യക്ഷമായി. അവർ ദൈവത്തെ പുകഴ്ത്തി. പ്രിയപ്പെട്ടവരെ, ഇത് യേശുവിന്റെ ജനനത്തിന്റെ പ്രാധാന്യത്തെ കാണിക്കുകയാണ്. അതിന്റെ പ്രത്യേകത വിളിച്ചറിയുകയാണ്. കർത്താവിന്റെ ജീവിതവും ശുശ്രൂഷയും അത്യുന്നത സ്വർഗത്തിൽ ദൈവത്തിന് മഹത്വവും ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും ഏത് മനുഷ്യരിലും സമാധാനം നൽകേണ്ടതിനാ എന്റെ കർത്താവ് ജനിച്ചതെന്ന് നമ്മൾ മറന്നു പോകരുത്. ലൂക്കോസ് 2:12 പറയുന്നുണ്ട്, ആട്ടിടയന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് അടയാളമോ പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. അവരോട് പറയുക, നിങ്ങൾ ചെല്ലുമ്പോ ഇത് വളരെ അപൂർവമായ ഒരു കാര്യമാണ്. ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ, അത് രണ്ടും അത്ഭുതമാണ്. പശുത്തൊട്ടിയിലും ഇങ്ങനെ ആരും പിറന്നിട്ടില്ല. ശിലകൾ ചുറ്റി അങ്ങനെ കിടന്നിട്ടുമില്ല. ദൈവത്തിന് സ്തോത്രം, കാണുമെന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അപ്പൊ നമ്മളും ഇപ്പം ദൈവത്തെ പുകഴ്ത്തണം. എനിക്ക് വേണ്ടി ആ കർത്താവ് കാൽവരിയിൽ യാഗമാകുവാൻ തക്കവണ്ണം ഭൂമിയിൽ പിറക്കുവാൻ ഇടയായി തീർന്നത് അത് പരിശുദ്ധ റുഹായാൽ സംഭവിച്ച കാര്യമാ പ്രിയപ്പെട്ടവരെ. അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മൾ കണ്ടു, അവൻ ശീലകൾ പൊതിഞ്ഞു കിടക്കുന്ന ഒരനുഭവം, പശുത്തൊട്ടിയിൽ കിടക്കുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ പ്രമോദമായിരുന്നവൻ, ദൂതന്മാരുടെ ആരാധന പാത്രമായിരുന്നവൻ ഇപ്പൊ ആരുമില്ലാത്തവരായി പശുത്തൊട്ടിയിൽ ശിലകൾ പൊതിഞ്ഞു കിടക്കുക. എന്തിനാണെന്നറിയാമോ? എനിക്ക് വേണ്ടിയാ, നിങ്ങൾക്ക് വേണ്ടിയാ. ദൈവത്തിന്റെ സ്വന്തം യേശുവിൽ ഇന്ന് പകൽക്കാലം നീ വിശ്വസിക്കുന്നെങ്കിൽ നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് മറന്നു പോകരുത്. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലെ ആദ്യത്തെ സന്തോഷം ഇവിടെയാണ് നമ്മൾ കാണുന്നത്. അവന്റെ മനുഷ്യാവതാരത്തില് അത് ഉപരി ഭൂമിയിൽ ഉണ്ടായിരുന്ന ആട്ടിടയന്മാർക്ക് വലിയ സന്തോഷമായി. ഇതാ യേശു പിറന്നിരിക്കുന്നു. അവൻ യഹൂദന്മാരുടെ മിശിഹയാണ്. അവരത് കണ്ട് വിശ്വസിച്ചെങ്കിൽ ഇന്ന് യഹൂദന്മാർക്ക് വിശ്വസിക്കാതിരിക്കുമ്പോൾ രണ്ടാം ഇസ്രായേലായ നമുക്ക് അത് വിശ്വസിപ്പാൻ തന്ന ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യാം. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ അവിടെ പറയുന്നുണ്ട്, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് ഒരു ദൂതനാണ് അറിയിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അറിയിക്കുന്നു എന്ന് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമാരി കൊണ്ട് ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ നാമമാരി കൊണ്ട് ദൈവത്തിന്റെ തേജസ് ദൈവത്തിന്റെ തേജസ്സിവിടെ പ്രകാശിക്കവേണം വെളിച്ചമായി. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ നാമമാരി കൊണ്ട് നിറയ്ക്കണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ നാമമാരി കൊണ്ട് നിറയ്ക്കണമേ. എന്തിനു വേണ്ടിയാണ് ഭൂമിയിൽ യേശു കർത്താവ് പിറന്നത് ഓർക്കുമ്പോൾ എനിക്ക് വേണ്ടിയാണ്, എന്റെ പാപത്തിന് വേണ്ടിയാണ് അവൻ ജനിച്ചത്. പശുത്തൊട്ടിയില് ശിലകൾ പൊതിഞ്ഞ ആട്ടിടയന്മാർ കണ്ടത് അത് സത്യമാണെങ്കിൽ അത് സത്യമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ട് നമ്മൾ സന്തോഷിക്കണം. അന്ന് സ്വർഗത്തിൽ ഒരു സന്തോഷമുണ്ടായി. ഇന്ന് നമ്മൾ ഇവിടെ ഇരുന്ന് ആ സംഭവങ്ങൾ ഓർത്ത് വിവരിച്ച് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ദൈവത്തിന് ഹല്ലേലൂയ പാടുമ്പോൾ ഇന്ന് ദൂതന്മാർ സ്വർഗം സന്തോഷിക്കുക. ഇന്നും ആ കാര്യങ്ങൾ ഓർത്ത് സന്തോഷിക്കുന്ന ഒരു ചെറിയ ഭാഗം ഉണ്ടല്ലോ എന്നോർത്ത് സ്വർഗം സന്തോഷിക്കും. അപ്പൊ ഒന്നാമത്തെ സ്വർഗത്തിന്റെ സന്തോഷം അവിടെയായിരുന്നു, യേശുവിന്റെ മനുഷ്യാവതാരത്തിൽ. രണ്ടാമത്തെ സ്വർഗത്തിന്റെ സന്തോഷം എവിടെയാണെന്നറിയാമോ? ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യത്തില് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട്
ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിലധികം സന്തോഷമുണ്ടാവുന്നത്. വായിച്ചാട്ടെ. അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷം ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇവിടെ പറയുകയാണ് അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത. അപ്പൊ നമുക്കറിയാം, ലോകത്തിലേക്ക് നോക്കുമ്പോ ഭൂരിപക്ഷം ജനത്തിനും മാനസാന്തരം ആവശ്യമില്ല. അതാ ഇവിടെ ഇത് പറഞ്ഞിരിക്കുന്നത്. ആമേൻ. 99 അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിലധികം സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ മറന്നു പോകരുത്. ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുക, ഞാനും നിങ്ങളും മാനസാന്തരപ്പെട്ട് ഒരു വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അന്ന് സ്വർഗത്തിൽ ഒരു സന്തോഷമുണ്ടായിരുന്നു. ഓ, ദൈവത്തിന് എങ്ങനെ നന്ദി പറയാതിരിക്കാൻ കഴിയും? അതായത് ദൈവം രക്ഷിക്കുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ വളരെ സന്തോഷമുണ്ട്. എന്നാൽ തങ്ങളുടെ നഷ്ടപ്പെട്ട അവസ്ഥയെ ഓർത്ത് ബോധവാന്മാരല്ലാത്ത പാപികളെ ചൊല്ലി സ്വർഗത്തിന് ദുഃഖമാ. ഓ, യേശു കർത്താവ് മരിച്ചിട്ട് 2000 ചില്ലുവാനും വർഷമായി. ഇപ്പോഴും എന്റെ പാപത്തിന് വേണ്ടിയല്ല യേശു മരിച്ചെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുവെങ്കിൽ നീ പറയണം, കർത്താവ് എനിക്ക് വേണ്ടിയാ മരിച്ചത്, ഞാനത് വിശ്വസിക്കുന്നു, അതുകൊണ്ട് എനിക്കൊരു മാനസാന്തരം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ നിന്നെ രക്ഷിക്കുന്നവനായൊരു ദൈവമാ. നമ്മള് ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 15-ാം അധ്യായം 8-ാം വാക്യവും അതുപോലെ 15-ന്റെ 1 മുതലുള്ള വാക്യങ്ങളിലും കർത്താവ് 3 ഉപമകളെ കുറിച്ച് പറയുന്നുണ്ട്. 15-ന്റെ 1 വായിച്ചാട്ടെ. 1 മുതല്. ചുങ്കക്കാരും പാപികളും എല്ലാം അവന്റെ വചനം കേൾപ്പാൻ അവന്റെ അടുക്കൽ വന്നു. ഇവൻ പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടി ഭക്ഷിക്കുന്നു എന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞ് പിറുപിറുത്തു. മതി. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ അടുത്ത വാക്യം വായിക്കണം. നമ്മൾ പറയുന്നത് ഇവിടെ കേൾക്കുക. ചുങ്കക്കാരും പാപികളും അവന്റെ അടുക്കൽ വന്നു. അപ്പോൾ അവനെന്ത് ചെയ്തു? അവൻ അവരോടുകൂടെ സന്തോഷിക്കുക. അപ്പൊ യഹൂദന്മാര്, സബ്രന്മാര്, മറ്റുള്ളവരൊക്കെ ഇവൻ പാപികളോടുകൂടി സന്തോഷിക്കുന്നെന്ന് പറഞ്ഞ് യേശുവിനെ കുറ്റം പറയുകയാ. പ്രിയപ്പെട്ടവരെ, നല്ലവനായ യേശുവിനെ ഇതാ യഹൂദന്മാരായിട്ടുള്ളവർ, അവൻ വേദ പണ്ഡിതന്മാരായിട്ടുള്ളവര് കുറ്റം പറയുക. അടുത്ത വാക്യം യേശു അവരോട് പറയുകയാണ്, ഈ ഉപമ പറഞ്ഞു, നിങ്ങളിൽ ഒരു ആൾക്ക് 100 ആടുണ്ട് എന്നിരിക്കട്ടെ. കണ്ടോ, നമ്മള് വായിച്ചത്, നിങ്ങളിൽ ഒരാൾക്ക് 100 ആടുണ്ട് എന്നിരിക്കട്ടെ. അതിലൊന്ന് കാണാതെ പോയാൽ അവൻ 99-നെയും മരുഭൂമിയിൽ വിട്ടേച്ച് എന്തോ ഉടമസ്ഥൻ 99-നെയോടെ വിടും. ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുമോ? കണ്ടു കിട്ടിയാൽ സന്തോഷിച്ച് ചുമലിലെടുത്ത് വീട്ടിൽ വന്ന് സ്നേഹിതന്മാരെയും അയൽക്കാരെയും വിളിച്ചു കൂട്ടി, കാണാതെ പോയ എന്റെ ആടിനെ കണ്ടു കിട്ടിയത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പീൻ എന്ന് അവരോട് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, കാണാതെ പോയതിനെ തേടി വന്നവനാ നമ്മുടെ കർത്താവ്. ദൈവത്തിന് സ്തോത്രം. അവനെ മനസ്സിലാക്കി മാനസാന്തരപ്പെട്ട് മടങ്ങി വരുമ്പോൾ സ്വർഗം സന്തോഷിക്കുമെന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാ. ദൈവത്തിന് സ്തോത്രം. ഒരു ഉടമസ്ഥന് തന്റെ ഒരാടെ കാണാതെ പോയുള്ളൂ, 99 ഇവിടെ ഉണ്ട്. എന്നാൽ അവനൊരു ചിന്തയുണ്ടായിരുന്നത് എന്നാണെന്നറിയാമോ? ആ ഒന്നിനെ തേടി പോകണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് മാനസാന്തരം ആവശ്യമില്ലാത്ത 99-നെയും വിട്ടിട്ട് മാനസാന്തരപ്പെടുവാൻ ആഗ്രഹിക്കുന്നവരെ തേടി വരുന്ന ഒരു കാലഘട്ടമാ. അതിനായി ഇന്ന് ലോകം മുഴുവൻ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനായി ഇന്ന് അവരുടെ മാനസാന്തരം കാണുമ്പോൾ സ്വർഗത്തിലെ ദൂതന്മാർ സന്തോഷിക്കുന്നത് കാണുവാൻ ദൈവത്തിനും പുത്രനും ദൂതന്മാർക്കും ആമേൻ സ്വർഗത്തിലുള്ളവർക്ക് എല്ലാവർക്കും സന്തോഷമാ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അതിന്റെ 15-ന്റെ 8-ലേക്ക് വരുമ്പോ ഒരു സ്ത്രീയെ കുറിച്ച് പറയുന്നുണ്ട്. അവിടുന്ന് വായിച്ചാൽ, അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിലധികം സന്തോഷം ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു.
അല്ല, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ട് എന്നിരിക്കട്ടെ. കണ്ടോ, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ട് എന്നിരിക്കട്ടെ. ഒരു ദ്രഹ്മ കാണാതെ പോയാൽ, ഒരു ദ്രഹ്മ കാണാതെ പോയാൽ അവർ വിളക്ക് കത്തിച്ച് വീട് അടിച്ചു വാരി അത് കണ്ടു കിട്ടും വരെ സൂക്ഷ്മതയോടെ അന്വേഷിക്കാതിരിക്കുമോ? അത് കിട്ടും വരെ സൂക്ഷ്മതയോടെ അന്വേഷിക്കാതിരിക്കുമോ? കണ്ടുകിട്ടിയാൽ സ്നേഹിതന്മാരെയും അയൽക്കാരെയും വിളിച്ചുകൂട്ടി കാണാതെ പോയ ദ്രഹ്മ കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പീൻ എന്ന് പറയും. അങ്ങനെ തന്നെ മനസ്സാന്തരപ്പെടുന്ന ഒരു മതി പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കണം, ദൈവത്തിന് സ്തോത്രം. ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മയുണ്ട്. അതിലൊന്ന് നഷ്ടപ്പെട്ടു പോയാൽ അവൾ എന്ത് ചെയ്യും? അടിച്ചു വാരി വിളക്ക് കത്തിച്ചൊക്കെ നോക്കി അത് കിട്ടുമ്പോൾ അയൽവക്കത്താരോടുകൂടെ സന്തോഷിക്കും. എന്താ പ്രിയപ്പെട്ടവരെ ഇതിന്റെ അർത്ഥം? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ലോകപ്രകാരമുള്ള കാര്യങ്ങളൊന്നുമല്ല. ആമേൻ. യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്ന് അവന്റെ രക്തം കൊടുത്ത് സകലരെയും വിലയ്ക്ക് വാങ്ങുവാൻ അവൻ ആഗ്രഹിക്കുമ്പോൾ, മനസ്സാന്തരപ്പെടാതെ നടക്കുന്ന ആളുകൾ മനസ്സാന്തരപ്പെടുവാൻ ആഗ്രഹിക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കുമെന്ന് പറയുക. ആമേൻ. മൂന്നാമത് കർത്താവരുടെ ഉപമ പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? ഒരു അപ്പന് 2 മക്കളുണ്ട്. ആമേൻ. വളരെ സന്തോഷത്തോടെ കഴിയുന്ന ഒരു ഭവനം. അങ്ങനെ ഇരിക്കുമ്പോൾ ഇളയ മകനൊരു ചിന്ത. എന്താണെന്നറിയാമോ? അപ്പ എനിക്കുള്ള വീതം എനിക്ക് തരുമോ? അവന്റെ ആഗ്രഹപ്രകാരം അവനുള്ള വീതം അവനെ കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവൻ എന്ത് ചെയ്യുന്നറിയാമോ? അത് വിറ്റ്, ആമേൻ, ദരിദ്രർക്കല്ല കൊടുത്തത്. അവൻ വിറ്റ് എന്ത് ചെയ്യുന്നറിയാമോ? ദൂരദേശത്തേക്ക് പോയി. ആമേൻ. വഷളന്മാരുമായി അവൻ മ്ലേച്ഛമായ നീതികേട് പ്രവർത്തിച്ചു. ഒടുവില് അവന്റെ പണം മുഴുവൻ തീർന്നു കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടുകാരനെ അവൻ കണ്ടില്ല. എന്നാൽ അവൻ വളരെ വിശപ്പുണ്ടായപ്പോൾ അവൻ എന്ത് ചെയ്തെന്നറിയാമോ? ആ ദേശത്തിലെ ഒരു പ്രഭുവിന്റെ അടുക്കൽ കടന്നു ചെന്നിട്ട് അവനോട് ഇങ്ങനെ പറഞ്ഞു, ആമേൻ, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി നൽകണം. എന്റെ വിശപ്പടക്കുവാൻ തക്കവണ്ണം ഒരു ജോലി നൽകണം. പ്രിയപ്പെട്ടവരെ, എന്താ സംഭവിച്ചെന്ന് നമുക്കറിയാം. അവന് പന്നിയെ മേയ്ക്കുന്ന ജോലി കിട്ടി. ഹല്ലേലൂയ. എന്നാൽ പന്നി തിന്നുന്ന വാളവരെ കൊണ്ട് അവൻ വയറ് നിറയ്ക്കുവാൻ ആഗ്രഹിച്ചു. എന്നാൽ അതിനുപോലും അവന് സാധ്യമല്ലാതായിരുന്നു. കാരണം ഇവന്റെ മുകളിൽ നോക്കുന്ന ആളുകളുണ്ട്. അവനത് സമ്മതിക്കത്തില്ല. അത് പന്നിക്ക് കൊടുക്കാനുള്ളതാ. അപ്പൊ അവന്റെ വയറ് നിറയ്ക്കാമെന്ന് അവൻ ആഗ്രഹിച്ചതുപോലും ഭൂമിയിൽ അവന് ലഭിച്ചില്ല. അവനാരും കൊടുത്തില്ല. അതാണ് പ്രിയപ്പെട്ടവരെ, പ്രത്യേക സാഹചര്യത്തിലൂടെ എന്നെയും നിങ്ങളെയും ദൈവം കടത്തിവിടുന്നത്. ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്നത് ഇതുപോലെയുള്ള സന്ദർഭങ്ങളാ. ആമേൻ. എന്നെ രക്ഷിക്കുവാൻ ആർക്കും കഴിയുകയില്ല, എന്നെ വിടുവിക്കുവാൻ ആർക്കും കഴിയുകയില്ല. ഈ ലോകത്തിന്റെ വൈദ്യശാസ്ത്രത്തിന് എന്നെ രക്ഷിപ്പാൻ കഴിയില്ലെന്ന് പറയുമ്പോൾ നമുക്ക് ആശ്രയിപ്പാൻ ഒരുവനുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ അവനെന്ത് ചെയ്തു? മാനസാന്തരപ്പെട്ടു. അതാണ് അപ്പോൾ അത് വെളിപ്പാട് പുസ്തകം 20 ആമേൻ 13 ഇങ്ങനെ പറയുന്നത്, മാനസാന്തരപ്പെടുക, ഞാൻ വാതിൽക്കൽ നിൽക്കുന്നു, ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അവിടെയും പറയുന്ന മാനസാന്തരപ്പെടാനാ. പ്രിയപ്പെട്ടവരെ, ഇവനെന്ത് സംഭവിച്ചു? ഇവനറിയാം ഇനി ഇവിടെ നിന്ന് രക്ഷയില്ല, പട്ടിണി കിടന്ന് മരിച്ചു പോകും. അവൻ എന്ത് ചെയ്തെന്നറിയാമോ? അവന് സുബോധമുണ്ടായി. അപ്പൊ മാനസാന്തരപ്പെടുക എന്ന് പറയുന്നത് സുബോധമുണ്ടാകുക. ഇപ്പൊ നമ്മൾ പോകുന്ന പോക്ക് ശരിയല്ലെന്ന് മനസ്സിലാക്കി തിരിഞ്ഞ് ആമേൻ കർത്താവിലേക്ക് നോക്കി മാനസാന്തരപ്പെടുന്ന അനുഭവത്തെയാ കാണിക്കുന്നത്. അപ്പൊ അവന് സുബോധം ഉണ്ടായപ്പോൾ എന്താ? അതുവരെ അവൻ അടിച്ചു പൊളിച്ച് ആമേൻ തോന്നിവാസം ജീവിച്ചവനാ. എന്നാ നിവർത്തി കെട്ടു. വിശപ്പടക്കാൻ പോലും മാർഗമില്ലാതിരുന്നപ്പോൾ അവന് സുബോധം വന്നപ്പോൾ അവൻ എന്ത് ചെയ്തു? അവന്റെ അപ്പനെ ഓർത്തു. അപ്പൊ എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, നീ ആമേൻ സുബോധമില്ലാത്തവനായി നടക്കുകയാണെങ്കിൽ നീ നിന്റെ അപ്പനെ ഒന്ന് ഓർക്കണം. ആരെയാണെന്നറിയാമോ? സ്വർഗത്തിൽ നിനക്കൊരപ്പനുണ്ട്. ആ അപ്പനെ ഒന്ന് ഓർക്കണം. ദൈവത്തിന് സ്തോത്രം. ഓർക്കുമ്പോൾ നിനക്ക് സുബോധം വരുമ്പോൾ നിനക്കൊരു മനസ്സാന്തരം ഉണ്ടാകും. ആ അപ്പനെ ഓർക്കുമ്പോൾ ആ അപ്പന്റെ മകനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മനുഷ്യപുത്രനെ നീ ഓർക്കൂ. ആ മനുഷ്യപുത്രൻ കാൽവരിയിൽ നിനക്ക് വേണ്ടി യാഗമായി തീർന്നതിനെ നീ ഓർക്കുകയും നിനക്ക് വിടുതൽ നൽകുകയും ചെയ്യും. നീ രക്ഷിക്കപ്പെടുകയും ചെയ്യും. ആമേൻ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഓർക്കണേ, ഇവന് സുബോധം വന്നു. ഇവനെന്ത് ചെയ്തു? അവന്റെ അപ്പനെ ഓർത്തു. അപ്പന്റെ വീട്ടിൽ ഇഷ്ടംപോലെ ഫുഡുണ്ട്, തിന്ന് ശേഷിപ്പിക്കുന്ന അനുഭവം അല്ലേ? അവനറിയാം, അവനോട് ഇരുന്ന് കണ്ടിട്ടുണ്ട്.
അധികം വരുന്നത് കൊണ്ട് ആമേൻ വെളിയിൽ കളയുന്ന അനുഭവം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കിലേക്ക് പോകും. ഇത് ഒരു വിശ്വാസി പിന്മാറ്റത്തിലേക്ക് പോയാലും അവനെ കുറിച്ചുകൂടെ ഇത് ഓർപ്പിക്കുന്നത്, ആമേൻ, ഇവൻ നല്ലവനായിരുന്നു, അവന്റെ അപ്പനോടും അവന്റെ സഹോദരനോടും കൂടെ സന്തോഷത്തോടെ അപ്പനെ അനുസരിച്ച് ജീവിച്ചനായിരുന്നു. എന്നാൽ പൈശാചികൻ അവനെ പിടിച്ചപ്പോൾ അവൻ തെറ്റിപ്പോയി. ദൈവത്തിന് സ്തോത്രം. അവൻ പിന്മാറ്റത്തിലേക്ക് മടങ്ങിപ്പോയി. അതുകൊണ്ട് വേദപുസ്തകം ഓർപ്പിക്കുന്നുണ്ട്, പിന്മാറ്റത്തിലേക്ക് മടങ്ങിപ്പോയാൽ അവനെ ചികിത്സിച്ച് സൗഖ്യപ്പെടുത്തുവാൻ പ്രയാസമാ. എന്നാൽ നമ്മൾ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പിന്മാറ്റത്തിൽ പോയവരെ കർത്താവ് അവൻ പിതാവരെ ആകർഷിക്കുകയും അവരെ പിന്മാറ്റത്തിൽ നിന്ന് മടക്കി കൊണ്ടുവരികയും ചെയ്യും. അവൻ ഇങ്ങനെ ചിന്തിച്ചു, എന്നാൽ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് പോകാം. നിങ്ങളൊരു കാര്യം ഓർക്കണം, അവൻ ക്ഷീണിച്ച് ക്ഷീണിതനായിരിക്കുന്ന ഒരു മനുഷ്യൻ, അവനെങ്ങനെ പോകും? പക്ഷെ അപ്പനെ ഓർത്തപ്പോൾ അവൻ ആത്മബലം ലഭിച്ചു. ദൈവത്തിന് സ്തോത്രം. എങ്ങനെയെങ്കിലും എൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെന്നാൽ എന്നെ തള്ളിക്കളയുന്ന അപ്പനല്ല എൻ്റെ അപ്പൻ. മാത്രമല്ല ദൈവത്തിന് സ്തോത്രം, അവനെന്നെ ചേർത്ത് കൊള്ളുന്ന അപ്പനാ. അതാ ഒരു മകന്റെ വിശ്വാസം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അപ്പൊ നമ്മൾ കാണുകയാണ്, ദൂരെ നിന്ന് അപ്പൻ അവനെ കണ്ടു. എന്താ സംഭവിച്ചത്? നിങ്ങൾ വീട്ടിൽ പോയിരുന്ന് വായിച്ചാൽ മതി ഈ ഭാഗം. നോക്കിയേ, പോയ അന്ന് മുതല് അപ്പനായിറയത്തിരുന്നു കൊണ്ട് നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ ഓർത്ത് കരയുക, തന്റെ മകനെ ഓർത്ത് കരയുക. അതുകൊണ്ടാണ് അവൻ മടങ്ങി വരുമ്പോഴും അപ്പന് ആ ഭൂമുഖത്തിരുന്നു കൊണ്ട് അവനെ കാണുവാനിടയായത്. ആ ഭാഗം എടുത്തെങ്കിൽ ആ ഭാഗം മാത്രം വായിച്ചു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോയി. ദൂരത്തു നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ടു. മനസ്സറിഞ്ഞ് ഓടിച്ചെന്ന് അവന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. മകൻ അവനോട്, അപ്പ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. അപ്പൻ തന്റെ ദാസന്മാരോട്, വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പീൻ, ഇവന്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടുവിപ്പീൻ, തടിപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറുപ്പീൻ. മതി പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ കാണുകയാണ്, ദൈവത്തിന് സ്തോത്രം. അവനൊന്നേ പറയാനുള്ളൂ, കൂടുതലൊന്നും പറയാനില്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി ഒന്നും പറയണ്ട. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു വാക്ക് മതി. ഹല്ലേലൂയ, ആമേൻ. അല്ലെങ്കിൽ ഒരു സെന്റൻസ് മതി. ദൈവം നമ്മളെ വിടുവിച്ചോളും. ദൈവത്തിന്റെ സ്തോത്രം. അവൻ ഒന്നേ പറയാനുള്ളൂ, അപ്പാ, നിന്നോടും സ്വർഗത്തോടും ഞാൻ പാപം ചെയ്തു, അതുകൊണ്ട് നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. എന്താണ് സംഭവിച്ചെന്നറിയാമോ? അവനത് പറഞ്ഞപ്പോൾ അപ്പന് അതൊരു വിഷയമേ അല്ല. അവൻ മനസ്സാന്തരപ്പെട്ട് മടങ്ങി വന്നല്ലോ. അതുകൊണ്ട് അവനെ ചേർക്കുകയാണ്. അവനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തു. അവന് ഒരുപക്ഷെ ക്ഷീണിച്ച് അവന്റെ വസ്ത്രങ്ങളൊക്കെ മുഷിഞ്ഞതായിരിക്കാം. അവൻ എന്നാൽ അപ്പനത് വിഷയമല്ല. അവനെ കെട്ടിപ്പിടിച്ച് അവന് ചുംബനം കൊടുത്തിട്ട് അവൻ നഷ്ടപ്പെട്ടു പോയ മനുഷ്യന് വേണ്ടി, മകന് വേണ്ടി എന്ത് ചെയ്യുവാൻ കഴിയുമോ അതൊക്കെയും ചെയ്യുവാൻ അപ്പന് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മറന്നു പോകരുത്. നീ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരുമ്പോൾ നിനക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയതുണ്ടെങ്കിൽ മടക്കി തരുന്ന സ്വർഗത്തിലെ ഒരു അപ്പനുണ്ട്. അത് പുത്രനിലൂടെ മാത്രമാണെന്നേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ പണ്ടത്തെ നാളുകളെ മടക്കി തരുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. അവൻ കാളകളെ അറുത്ത് അവന് എല്ലാവരും കൂടെ സന്തോഷിക്കുകയാണ്. ഇതിന്റെ അർത്ഥം എന്താ? ആമേൻ. ഒരു ഭാവി മാനസാന്തരപ്പെട്ടാൽ സ്വർഗം സന്തോഷിക്കുമെന്ന. പക്ഷേ ആ വീട്ടിൽ ഒരാൾക്ക് മാത്രം സന്തോഷമില്ല. അത് പറയാതെ ആത്മാവ് ഓർപ്പിച്ചുകൊണ്ട് അങ്ങ് പോവുക. ഒരാൾക്ക് മാത്രം സന്തോഷമില്ല. ആര്? അവന്റെ സഹോദരൻ, ജ്യേഷ്ഠൻ. ഒരു സന്തോഷമില്ല. എന്നാന്നറിയാമോ? ഇവനും അവനും ഒരുപോലെ അപ്പനെ സഹായിച്ചിരുന്നവനാ. എന്നാൽ ഇവൻ തെറ്റിപ്പോയപ്പം വീതവും വാങ്ങിച്ചുകൊണ്ടാ പോയെ. അന്ന് മുതൽ അവന്റെ മനസ്സിൽ എന്താ ഉണ്ട്? ചേട്ടന്റെ മനസ്സിൽ അനിയനോട് ഒരു പ്രയാസമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ അവിടെ നമ്മൾ ഓർക്കണം, ഹല്ലേലൂയ, അവന് ആമേൻ വയലിൽ നിന്ന് മടങ്ങി വരുമ്പോൾ വലിയൊരു ഘോഷത്തിന്റെ, സന്തോഷത്തിന്റെ ശബ്ദം കേട്ടു. അവന് ബാല്യക്കാരോട് ചോദിച്ചു, എന്താണ് അവിടെ? നഷ്ടപ്പെട്ടു പോയ നിന്റെ സഹോദരൻ മടങ്ങി വന്നിരിക്കുന്നു. അവന് നിന്റെ അപ്പന് കാളകളെ അറുത്ത് ഒരു വലിയ വിരുന്നൊരുക്കുകയാണ്. അവൻ എന്ത് ചെയ്യുന്നറിയാമോ? അവിടെ നിന്ന് പെരയ്ക്കകത്തോട്ട് കയറുവാൻ മനസ്സില്ലാതെ നിൽക്കുകയാണ്. സ്തോത്രം, സ്തോത്രം. നമ്മളിവിടെ വിരിച്ചൊരുക്കിയിരിക്കുന്ന അനേകർക്ക് കടന്നു വരാൻ കഴിയുന്നില്ല.
ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മള് ആമേൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് അനുഗ്രഹം തന്നെയാണ്. എന്നാൽ നമുക്ക് ദേശത്തൊരു കൂട്ടായ്മയുള്ളപ്പോൾ അതിന് കൈത്താങ്ങൽ കൊടുക്കുന്നത് നമ്മുടെ ഭവനത്തിന് അനുഗ്രഹമായി തീരും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവ നമ്മളിവിടെ കാണുകയോ നോക്കിയേ, അപ്പന്റെ ചെവിയിലെത്തി. എന്താ? എൻ്റെ ആദ്യജാതൻ ഇതിൽ സന്തോഷിക്കാൻ തയ്യാറാകുന്നില്ല. ഉടനെ അപ്പൻ എന്ത് ചെയ്യുന്നറിയാമോ? വടിയെടുത്തോ? ഇല്ല. വടിയെടുത്തോ? അപ്പൊ വടിയൊന്നും എടുത്തില്ല. അപ്പൻ നേരെ ഓടുകയാണ് മകന്റെ അടുക്കിലേക്ക്. മകന് ഈ വിഷയം തന്നെ അപ്പനോട് പറയുമ്പോ അപ്പൻ പറയുകയാണ്, നീ എന്നോടുകൂടെ ഉണ്ടായിരുന്നല്ലോ, ഇവനെനിക്ക് നഷ്ടപ്പെട്ടവനാ, ഇവനെ എനിക്ക് ദൈവം മടക്കി തന്നിരിക്കുക. അതുകൊണ്ട് ആമേൻ, നീയും അവനോടുകൂടെ സന്തോഷിപ്പാൻ അപ്പൻ പറയുകയാണ്. അവനെയും മാറോട് ചേർത്ത് ആ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയൊരു അപ്പനുണ്ട്. അപ്പൊ മാനസാന്തരപ്പെടാത്തവരെയും സ്നേഹിക്കുന്ന ഒരു അപ്പനുണ്ട് എന്ന് നമുക്കിത് കാണുവാൻ കഴിയും. ഇത് ലോകപ്രകാരമുള്ള അപ്പന്മാരെ കുറിച്ചല്ല പറയുന്നത്, നമ്മുടെ സ്വർഗത്തിലെ അപ്പനെ കുറിച്ചാ. ആ അപ്പൻ മാനസാന്തരപ്പെടാത്തവരെ ദൈവത്തിന് സ്തോത്രം, അവർ മാനസാന്തരപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇന്ന് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് മീഡിയകളിലൂടെ ലോകം മുഴുവൻ അറിയിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്കറിയാമോ, ലോകത്തില് എല്ലാ ഭാഷകളിലും വിവർത്തനം ചെയ്ത ഒരു പുസ്തകം ഉണ്ടെങ്കിൽ നമ്മൾ ഈ എടുത്തുകൊണ്ട് നടക്കുന്ന, ഇതിനെ എങ്ങനെ എല്ലാവരും പറയുന്നത്, കറുത്ത പുസ്തകം അല്ലേ? അങ്ങനെ പറയരുത് കേട്ടോ. ഈ ബൈൻഡ്, അതിന് പുറത്തെ ബൈൻഡ് മാത്രമേ കറുത്തുള്ളൂ. ഈ കറുത്ത ഉള്ളിൽ പ്രകാശം സ്ഫുരിക്കുന്ന ഈ ബൈബിൾ എടുത്തുകൊണ്ട് നടന്ന ഒരുവൻ പോലും നിരാശനായി പോയിട്ടില്ല. ഹല്ലേലൂയ. കാരണം എന്നാണെന്നറിയാമോ? നമ്മൾ ക്രിസ്തുവിന്റെ കാൽവരി യാഗം ധ്യാനിച്ച് മാനസാന്തരപ്പെട്ടപ്പോൾ സ്വർഗം സന്തോഷിച്ചതാ. ഇനി എന്താണെന്നറിയാം, നമ്മളെ കുറിച്ച് സ്വർഗത്തിന്റെ ആഗ്രഹം, നമ്മളും അവിടെ എത്തണമെന്നുള്ളത് ആഗ്രഹം. ആയതിനാ നമ്മൾ കൂട്ടായ്മ കൂടുന്നത്. നമ്മൾ ദേവാലയത്തിൽ ഞായറാഴ്ച അതിരാവിലെ ശുശ്രൂഷയ്ക്ക് കടന്നു പോകുന്നത് അതിനു വേണ്ടിയാ. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു കാര്യം മറന്നു പോകരുത്. ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് ആ നഷ്ടപ്പെട്ടു പോയ പുത്രനും അവന് ഏകനായി. അവൻ തന്നെയാ തീരുമാനിച്ചത് നഷ്ടപ്പെടാൻ. ജ്യേഷ്ഠനും അവൻ ദൈവത്തിന് സ്തോത്രം സന്തോഷമില്ലാത്ത അവസ്ഥയിൽ വന്നതും അവൻ തന്നെയാ. അപ്പൊ അതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ, കാന്ത തന്നെത്താൻ ഒരുങ്ങണം. പ്രൈസ് ദി ലോർഡ്. ആരും നമ്മളെ ഒരുക്കാനില്ല. എന്നാൽ ഈ ഭൂമിയിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് സംഭാഷിക്കുന്നത് കൊണ്ട് നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാ. നമ്മൾ കണ്ടുണ്ട് നല്ല സുന്ദരിയായ ഒരു പെണ്ണിനെ കല്യാണത്തിന് ബ്യൂട്ടീഷ്യന്റെ അടുക്ക കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടുക്ക വരുമ്പോൾ അവളെ കാണുമ്പോൾ പണ്ട് കണ്ട പെണ്ണേ അല്ല അവളെ. ബ്യൂട്ടീഷ്യൻ എന്തോ ചെയ്തു? മാക്സ് ഒരുക്കി നല്ല കാശ് വാങ്ങിച്ചു അല്ലേ? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്നാൽ എനിക്ക് നിങ്ങൾക്ക് ഒരു ബ്യൂട്ടീഷ്യനുണ്ട്. അത് നമ്മളിലുള്ള ആത്മാവ് നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുക. കർത്താവ് യേശു തന്നെ പറഞ്ഞു, ഞാൻ വന്നാൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമ്മുടെ മനുഷ്യാത്മാവിൽ ആത്മാവ് ബോധം വരുത്തും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ഇത്രയും പേർക്ക് ഒരുമിച്ച് കൂടി ഈ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവവചനം കേൾക്കുവാൻ ഇവിടെ കടന്നു വരുവാനിടയായത്. ദൈവത്തിന് സ്തോത്രം. നീ വീട്ടിലിരുന്ന് ഇത് കണ്ടുകൊണ്ടിരുന്നാൽ ഒരുപക്ഷെ നീ ആ അടുപ്പിലെ കരിഞ്ഞു ഇടയ്ക്ക് പോകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, അവൻ വെളിയിൽ ആരെങ്കിലും വന്നാൽ നീ അവരെ നോക്കാനായിട്ട് പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ നീ ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലത്ത് വന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ വലിയ അനുഗ്രഹമാ. ദൈവത്തിന് സ്തോത്രം. വീട്ടിലിരിക്കുന്നതിനേക്കാൾ വലിയ അനുഗ്രഹമാ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ആമേൻ, നമ്മൾ മറന്നു പോകരുത്. അവിടെ പറയുന്നുണ്ട് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 7, 8, 9, 10 വാക്യങ്ങളിലാ വായിക്കേണ്ട. അവിടെ പറയുകയാണ് ആമേൻ, പാപത്തെക്കുറിച്ച്. എന്താണ് പാപം എന്ന് പറയുന്നുണ്ട്. എന്താ പാപം? നിങ്ങൾ പറഞ്ഞു ഇത്രയും നാളും. എന്താ പാപം? കള്ളു കുടിക്കുന്നതാണോ? ആളുകളോട് ദേഷ്യപ്പെടുന്നതാണോ? വേറെ എന്തോ പറ. പാപം എന്ന് പറഞ്ഞാൽ എന്താ? പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുമെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പാപം എന്ന് പറയുന്നത് കള്ളു കുടിച്ചതല്ല, ഒരുവനോട് പിണങ്ങിയിരിക്കുന്നതല്ല. അതൊക്കെ ഒരു പാപത്തിന്റെ വേറൊരു വശമാ. എന്നാൽ മറ്റൊരു വശമുണ്ട്. എന്നാന്നറിയാമോ? ആമേൻ, അവിടെ പറയുന്നുണ്ട്, എന്നിൽ വിശ്വസിക്കായ കൊണ്ട് പാപത്തെക്കുറിച്ച്.
ഞാൻ യേശു ക്രിസ്തു കാൽവരിയിലും ഭൂമിയിൽ വന്നതും തന്റെ ഐഹിക ജീവിതകാലം പൂർത്തീകരിച്ചതും 3.5 വർഷം കഴിഞ്ഞ് പീലാത്തോസിനാൽ ആമേൻ ക്രൂശിക്കുവാനായി ഏൽപ്പിച്ചു കൊടുത്തതും അതൊക്കെ നീ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് നീ പാപിയാ. നീ കുടിക്കുന്നതല്ല പാപം, അതിലും വലിയ പാപമാ നീ യേശുവിൽ വിശ്വസിക്കാതിരിക്കുന്നത് കൊണ്ട്. എന്നിട്ട് രണ്ടാമത് പറയുകയാണ് പാപത്തെക്കുറിച്ച്, രണ്ടാമത് നീതിയെക്കുറിച്ച് പറയുകയാണ്. ഞാൻ പിതാവിന്റെ അടുക്കൽ പോവുകയും, ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ പിതാവിന്റെ അടുക്കൽ പോവുകയും നിങ്ങൾ എന്നെ കാണാതിരിക്കുന്നത് കൊണ്ട് നീതിയെക്കുറിച്ചും. ശരിയല്ലേ? സ്വർഗാരോഹണം കഴിഞ്ഞ് ആമേൻ, ദൈവത്തിന് സ്തോത്രം. ആരും പിതാവിനെ കണ്ടിട്ടില്ല, യേശുവിനെ കണ്ടിട്ടില്ല. നമുക്കൊരു കാര്യം മാത്രം അറിയാം, പിതാവിന്റെ വലത്തുഭാഗത്ത് സ്തെഫാനോസ് നിൽക്കുന്നത് കണ്ടത് നമ്മള് സ്തെഫാനോസിന്റെ അനുഭവത്തിലൂടെ നമുക്കറിയാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശു പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യും? ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുകയും നിങ്ങൾ എന്നെ കാണാതിരിക്കുന്നതും കൊണ്ട് നീതിയെ കുറിച്ച്. എന്നിട്ട് മൂന്നാമത് പറയുന്നത് എന്താണ്? ന്യായവിധി. ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുക കൊണ്ട് ന്യായവിധിയെ കുറിച്ചും. അപ്പൊ മനസ്സാന്തരപ്പെടുന്ന ഒരാൾക്ക് ബോധ്യം വരുത്തുന്ന ഇതാ, നീ യേശുവിൽ വിശ്വസിക്കുമ്പോൾ നിന്റെ പാപം ക്ഷമിച്ചു തരും. ഹല്ലേലൂയ. അവന് സ്വർഗത്തിലേക്ക് പോയി, ഇപ്പോൾ എനിക്ക് അവനെ കാണാൻ കഴിയുന്നില്ല എന്ന് യേശു തന്നെ പറഞ്ഞു. അപ്പോ ആമേൻ, നീതിയാണ്, അത് ദൈവത്തിന്റെ നീതിയായിരുന്നു. ആമേൻ, അവൻ വീണ്ടും വരേണ്ടിയിരിക്കുന്നു. അവൻ മധ്യാകാശത്ത് വന്ന് അവന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയവരെ അവൻ വീണ്ടും ചേർക്കേണ്ടിയിരിക്കുന്നു. അത് ദൈവത്തിന്റെ നീതിയാ. നീ അത് വിശ്വസിക്കുമ്പോൾ സ്വർഗം സന്തോഷിച്ചിരുന്നു. ഹല്ലേലൂയ. പിന്നെ ന്യായവിധി എന്ന് പറയുന്നത് മനുഷ്യനെ തെറ്റിക്കുന്ന പൈശാചികൻ, ദൈവത്തിന് സ്തോത്രം, അവന്റെ ന്യായവിധി വരുവാനായിട്ട് പോകും. അതോടൊപ്പം തന്നെ അവൻ മറന്നു പോകും. ദൈവത്തെ അറിയാതെ ജീവിക്കുന്നവർക്കും അതേ സമയം 1007 വർഷം കഴിഞ്ഞൊരു ന്യായവിധി ഉണ്ടെന്ന് ബൈബിൾ നമ്മളെ ഓർപ്പിക്കുക. അപ്പൊ ഒന്നാമത് നമ്മൾ കണ്ടു, യേശുവിന്റെ മനുഷ്യാവതാരത്തിൽ സ്വർഗം സന്തോഷിച്ചു. രണ്ടാമത് നമ്മൾ കണ്ടു, എന്നെ പോലെ നിസ്സാരന്മാരായിരിക്കുന്ന ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗത്തിൽ എന്തൊരു സന്തോഷമാ. എങ്ങനെ പാടാതിരിക്കാൻ കഴിയും? ആമേൻ. നമ്മൾ പാപിയായിരുന്നെന്നെ യേശു പാപിയായിരുന്നെന്നെ യേശു ക്രൂശിലേറി. യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലവൻ. ആമേൻ. യേശു എത്ര നല്ലവൻ. യേശുവിൻ നാമം, യേശുവിൻ നാമം ജീവിതത്തിൽ ഞാനെന്നു സ്തുതിക്കും. എനിക്കത്ര ആനന്ദം, ഞാനെന്നും എനിക്കത്ര ആനന്ദം. പ്രിയപ്പെട്ടവരെ, അപ്പൊ നമ്മൾ ഓർക്കണം, ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗം സന്തോഷിക്കുകയാണ്. അവന് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുകയാണ്. ഞാൻ അവരോട് ഓർപ്പിക്കാം, യേശുവിൽ വിശ്വസിക്കാതിരിക്കുന്ന ഏതൊരു വ്യക്തി ഈ വചനം കേൾക്കുന്നുവെങ്കിലും അവന് പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുകയാണ്. മാത്രമല്ല, യേശു തന്റെ ദൗത്യം നിർവഹിച്ച് പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നുവെന്ന് നീ വിശ്വസിക്കുന്നത് അത് ദൈവത്തിന്റെ നീതിയായതുകൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. ന്യായവിധി എന്ന് പറയുന്നത് നമ്മളെ തെറ്റിക്കുന്ന പൈശാചികന് ന്യായവിധി ദൈവം ഫലമേൽപ്പിച്ചിരിക്കുകയാണ്. അതേധികം താമസമില്ല. ആമേൻ. ദൈവജനം എടുക്കപ്പെട്ട ശേഷം 1007 വർഷം കഴിഞ്ഞ് അത് സംഭവിക്കുമെന്ന് നമ്മൾ കാണുകയാണ്. അപ്പൊ അതുകൊണ്ട് ഒന്ന്, യേശുവിന്റെ മനുഷ്യാവതാരത്തിൽ സ്വർഗം സന്തോഷിച്ചു. 2, നമുക്ക് ഓരോരുത്തർക്കും പറയണം, ഞാൻ മാനസാന്തരപ്പെട്ട രാത്രി സ്വർഗം സന്തോഷിച്ചു. പിതാവ് പുത്രന് കോടാനുകോടി ദൂതസംഘം ഇതാ ക്രിസ്തുവിന്റെ രക്തത്താൽ ഒരു മകനോട് മാനസാന്തരപ്പെട്ട് വിടുവിക്കപ്പെട്ടിരിക്കുന്നു ഓർത്ത് സന്തോഷിച്ചു. ആമേൻ. മൂന്നാമതായി, വിശുദ്ധന്മാരെ സ്വർഗത്തിൽ സ്വീകരിക്കുമ്പോൾ സന്തോഷിക്കും. ആമേൻ. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. വെളിപ്പാട് പുസ്തകം 5:9 നമുക്ക് വായിക്കാം. മൂന്നാമത് വിശുദ്ധന്മാരെ സ്വർഗത്തിൽ സ്വീകരിക്കുമ്പോൾ
പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. ആരാ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു യോഗ്യൻ. അവൻ മാത്രമേ ഉള്ളൂ യോഗ്യനായവൻ. നീ അറുക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. തന്റെ രക്തം കൊണ്ട് അതത് ഗോത്രത്തിൽ നിന്നും ഭാഷയിൽ നിന്നും വംശങ്ങളിൽ നിന്നും ജാതികളിൽ നിന്നുള്ളവരെ വിലയ്ക്ക് വാങ്ങി. ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. കണ്ടോ, നമ്മുടെ ദൈവത്തിന് നമ്മളെ ഓരോരുത്തരെയും ആരാക്കി വെച്ചെന്നാ? പുരോഹിതന്മാരും ആക്കി വെച്ചു. മുമ്പ് ഒരു വീടുണ്ട്. ദൈവത്തിന് അവരെ രാജ്യവും ദൈവത്തിന്റെ രാജ്യത്തിലെ അവകാശികളും പുരോഹിതന്മാരുമാക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. നമ്മ സ്വർഗത്തിലൊരു പാട്ട്, ആമേൻ, രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ ദൈവജനമെല്ലാം ദൈവ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒരു പാട്ടുണ്ട്. അതൊരു പുതിയ പാട്ടാണ്. വെളിപ്പാട് 5:1 പറയുന്നുണ്ട്, മൂപ്പന്മാരോടും ജീവനോടും കൂടി കോടിക്കണക്കിന് ദൂതന്മാർ ചേർന്ന് ഒരേ സ്വരത്തിൽ മനോഹരമായ ഒരു ഗാനം പാടി. അവർ പാടുന്ന പാട്ട് വിശുദ്ധന്മാർ നിത്യതയോളം പാടാനുള്ളത്. ഒന്ന് വായിച്ച് 5:1, വെളിപ്പാട് 5:1. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കൈയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയിട്ട ഒരു പുസ്തകം കണ്ടു. ആ പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യൻ ആരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന, അവിടെ വലിയൊരു ശബ്ദത്തിൽ ഘോഷിക്കുന്ന ശബ്ദം കേട്ടു. ശക്തനായ ഒരു ദൂതനെയും കണ്ടു. പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിക്ക് കീഴിലും ആർക്ക് കഴിഞ്ഞില്ല. പുസ്തകം തുറന്ന് വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായ ആരെയും കാണായതുകൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ പേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം അവൻ ജയം പ്രാപിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, മൂപ്പന്മാരോടും ജീവനോടും കൂടി കോടിക്കണക്കിന് ദൂതന്മാരും അവര് ചേർന്ന് ഒരേ സ്വരത്തിൽ മനോഹരമായൊരു ഗാനം പാടി സ്വർഗം സന്തോഷിക്കുക. എന്നറിയാമോ? അവന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ദൈവജനം രൂപാന്തരപ്പെട്ട ശരീരത്തിൽ പിതാവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ പാടുന്നതായ ഒരു മനോഹരമായ ഗാനമാണ്. ആ പാട്ട് വിശുദ്ധന്മാർ നിത്യതയോളം പാടിക്കൊണ്ടിരിക്കുന്ന പാട്ട്. അവിടെ അങ്ങനെയാ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ പാട്ട് പാടാൻ നമുക്ക് പോകണ്ടേ? എല്ലാവരും ഒന്ന് പറഞ്ഞേ പോകണമെന്ന്. സ്വർഗം രേഖപ്പെടുത്തി വെച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ വിശുദ്ധന്മാരെ സ്വർഗത്തിൽ സ്വീകരിക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കും. ഞാൻ ആ ഭാഗം എടുക്കുന്നില്ല, സമയം വേഗത്തിൽ പോകുന്നത് കൊണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ഓർപ്പിക്കാം. സ്തെഫാനോസ് കല്ലേറുകൊണ്ട് അവനെ കൊല്ലുവാൻ ജനമെല്ലാം ഒരേ സ്വരത്തിൽ തീരുമാനിച്ചപ്പോൾ, പക്ഷെ കല്ലേറ് കൊള്ളുന്നതിന് മുമ്പ് നിന്നെ ബലപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. വിശ്വാസി, നിന്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ നാട്ടുകാർ പറയും ഇവൻ രക്ഷപ്പെടുകയില്ലെന്ന് പറയുമ്പോൾ, നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. അതേ സ്തെഫാനോസിനെ കണ്ടൊരു ദൈവമുണ്ട്. അവൻ എന്ത് ചെയ്യുന്നറിയാമോ? അവൻ സ്വർഗത്തിലേക്ക് തന്റെ ആത്മീയ കണ്ണുകൾ ഉയർത്തിയതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് അവൻ ആത്മാവിലായി. അവനോട് ഒരു കാര്യം കാണുകയാണ്. അവന്റെ മുമ്പിൽ സ്വർഗം തുറന്നിരിക്കുന്നത്. മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നതും അവൻ കണ്ടു. ഇതിപ്പോലെ എന്നാ, ഇനി നിങ്ങൾ വേണേ എറിഞ്ഞു, ഒരു കുഴപ്പമില്ല, നിങ്ങൾ അറിഞ്ഞോ, ഞാൻ സ്വർഗം കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്റെ ശരീരത്തിലെ വേദന എനിക്കൊരു വിഷയമേ അല്ല. എന്റെ രക്തം ധാരധാരയായി ഒഴുകുന്നുണ്ടാകാം. എന്റെ യേശുവിനെ പോലെ അവനായി തീരുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അവരെ കല്ലെറിഞ്ഞ് കൊല്ലുവാനിടയായി തീർന്നു. അപ്പോൾ അന്നും സ്വർഗം സന്തോഷിച്ചു. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളും സ്വർഗത്തിലേക്ക് ഒരുപക്ഷെ കർത്താവ് വരുന്നതിന് മുമ്പ് നമ്മൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാലും നിന്റെ യേശു അവിടെ എഴുന്നേറ്റ് നിൽക്കുക മാത്രമല്ല, സ്വർഗത്തിലെ ദൂതന്മാർ നമ്മളെ സ്വീകരിപ്പാൻ മനോഹരമായ ഒരു ഗാനം അവിടെ പാടുമെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുക. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് സ്തോത്രം. നമ്മളിങ്ങനെ ഒരു പാട്ടുണ്ട്, ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ, ദയ
സ്തുതിച്ചിടുവാൻ അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ മാധുര്യനാഥമംഗീതങ്ങളാലെ അവനെ പുകഴ്ത്തിയിടുക. ഓ മാധുര്യരാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടുക. ദൈവ കുഞ്ഞാടാവൻ യോഗ്യൻ മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദമത് ദൈവ കുഞ്ഞാടാവൻ യോഗ്യനെന്ന് മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദമതേ. സ്തുതിച്ചിടം വെള്ളത്തിനിരച്ചിൽ പോൽ ശബ്ദത്താൽ പരിശുദ്ധയാം സഭയെ സ്തുതിച്ചിടം വെള്ളത്തിൽ നിരച്ചപ്പോൾ ശബ്ദത്താൽ പരിശുദ്ധയാം സഭയെ നീന്തിരുമേനി അറുക്കപ്പെട്ടു നിന്റുയരത്തിൻ വിലയാൽ വാങ്ങിയതായി നീന്തിരുമേനി അറുക്കപ്പെട്ടു ഉയരത്തിൽ വിലയാൽ വാങ്ങിയതായി ഗോത്രങ്ങൾ ഭാഷകൾ വംശങ്ങൾ ജാതികൾ സർവവും ചേർത്തുകൊണ്ട് ഗോത്രങ്ങൾ ഭാഷകൾ വംശങ്ങൾ ജാതികൾ സർവവും കൊണ്ട് ദയ ലഭിച്ചു നാം സ്തുതിച്ചിടുവാൻ അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടുക. എല്ലാവരും ചേർന്ന് അവസാന 4 ലൈനൂടെ പഠിക്കട്ടെ. യേശുദൻ വേഗം വരുന്നതിനാൽ മുഴങ്ങാൽ മടക്കി നമസ്കരിക്കാം. യേശുദൻ വേഗം വരുന്നതിനാൽ മുഴങ്ങാൽ മടക്കി നമസ്കരിക്കാം. സ്നേഹിച്ച യേശുവെ കണ്ടിടുവാൻ നാം ആനന്ദനാളതിനെ സ്നേഹിച്ച യേശുവെ കണ്ടിടുവാൻ നാം ആനന്ദ നാളവിലെ അമ്മന്റെ ലഭിച്ചോ നാം സ്തുതിച്ചിടുവോ അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. സ്തുവത്രേ മാധുര്യനാഥമംഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടുക. അവൻ വിശുദ്ധന്മാരെ സ്വർഗത്തിൽ സ്വീകരിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് സ്വർഗത്തില്. അവിടെ നമ്മൾ വായിച്ചു ഗോത്രങ്ങളിലുള്ളവർ എല്ലാവരും ഇല്ല, ഭാഷകളിൽ പല ഭാഷകളിലുള്ളവർ അവരും എല്ലാവരില്ല, വംശങ്ങളില് രക്ഷിക്കപ്പെട്ടവരെ കുറിച്ചാണ് പറഞ്ഞത്. ആമേൻ. അങ്ങനെയുള്ളവരെ സർവ്വജനവും കുഞ്ഞാടിന്റെ അറുക്കപ്പെട്ട രക്തത്താൽ വിലക്കി വാങ്ങിയവരെ സ്വർഗത്തിൽ കാണുമ്പോൾ അവരെ സ്വീകരിക്കുമ്പോൾ സ്വർഗത്തിൽ ഒരു സന്തോഷമുണ്ട്. ഇനി 4മതൊരു സന്തോഷമുണ്ട്. എന്നറിയാമോ? അത് വേദനാജനകമാണ്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 10, 11, 12 വാക്യങ്ങളില് എന്നെ അത് വിവരിപ്പാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ മുൻപോട്ട് പോകുകയാണ്. 12-ന്റെ 10, 11 വാക്യങ്ങളൊന്ന് വായിച്ചാട്ട്. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത് ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും സ്വർഗത്തിൽ തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ എന്ന് പറഞ്ഞാൽ ഇന്ന് മനുഷ്യനെ പാപം ജയിപ്പിക്കുന്ന പിശാച് അതിനെ പറയുന്ന 666 നമ്പർ. ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണുവാനായിട്ടിടയായി. അനേക രാജ്യങ്ങളില് 666 എന്ന നമ്പർ അടിച്ചെങ്കിലേ ആഹാരങ്ങളൊക്കെ വാങ്ങിക്കാൻ കഴിയത്തുള്ളൂ, ആ നമ്പർ അടിച്ചെങ്കിലേ പൈസയൊക്കെ ഇടാൻ കഴിയത്തുള്ളൂ എന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. അപ്പൊ നമ്മൾ നോക്കണ ആന്റി ക്രൈസ്റ്റ് എന്ന് പറയുന്ന ആള് കള്ളക്രിസ്തുവും ആദ്യ
മാതാപിതാക്കളെ ചതിച്ച പാമ്പുമാണ്. ദൈവത്തിന് സ്തോത്രം. ആ രണ്ട് ആത്മാക്കളാണ് ആന്റിക്രൈസ്റ്റിൽ പ്രവേശിച്ച് ഒരു ഏകലോക ഗവൺമെന്റ് ഈ ഭൂമിയിൽ സ്ഥാപിക്കുവാനായിട്ട് പോകുന്നത്. അത് എപ്പോഴാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഞാൻ കരുതുകയാണ്. വിശ്വാസ സമൂഹം ഇവിടെ പറഞ്ഞല്ലോ, ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജാതികളിൽ നിന്നുള്ള കർത്താവിന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി മാനസാന്തരപ്പെട്ട ദൈവമക്കളായി തീർന്നവര് കർത്താവ് വരുമ്പോൾ രൂപാന്തരപ്പെട്ട ശരീരത്തിൽ സ്വർഗത്തിൽ ചേർത്ത് കഴിയുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഇവിടെ ഭൂമിയിൽ എന്ത് സംഭവിക്കുകയാണ്? ദൈവത്തിന് സ്തോത്രം, പരിശുദ്ധാത്മാവ് എടുക്കപ്പെടുകയാണ്. പിന്നെ പാപികൾ മാത്രമേ ഉള്ളൂ ഇവിടെ, പിന്നെ രക്ഷ പ്രാപിക്കുവാനായിട്ട് കഴിയത്തില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇവിടെ കാണുന്നത് എന്നറിയാമോ? അതിനുശേഷം 7 വർഷം ഭൂമിയിൽ ആന്റിക്രൈസ്റ്റിന്റെ ഭരണമുണ്ട്. അതൊന്നും വിവരിപ്പാൻ സമയമില്ല. 3.5 വർഷം മോശയും ഏലിയാവും ഇറങ്ങി വന്ന യഹൂദന്മാരെ, നിങ്ങളുടെ മിശിഹായെ നിങ്ങൾ കൊന്നുകളഞ്ഞെന്ന് പറഞ്ഞ് അവരെ വിശ്വസിപ്പിക്കുവാനായിട്ട് വചനം ഘോഷിക്കും. എന്നാൽ അവരത് വിശ്വസിക്കത്തില്ല. ദാൻ ഗോത്രത്തിൽ നിന്ന് വരുന്നവനാണ് 666 നമ്പർ അടിച്ചതായ ആന്റി ക്രൈസ്റ്റ്. അപ്പൊ അവന് മിശിഹയാണെന്ന് സ്വയം പ്രഖ്യാപിക്കുകയും യഹൂദന്മാർ അവനിൽ വിശ്വസിക്കുകയും അവരുടെ ദേവാലയം പണിയുവാൻ അവൻ അധികാരം കൊടുക്കുകയും ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ 3.5 വർഷം കഴിയുമ്പോൾ അവൻ എന്ത് ചെയ്യുമെന്നറിയാമോ? അവന്റെ പ്രതിമ കൊണ്ടുചെന്ന് അവൻ ദേവാലയത്തിൽ വെക്കും. അപ്പൊ അവര് വായിച്ചത് അവർ ഓർക്കും. വിശുദ്ധ സ്ഥലത്ത് മ്ലേച്ഛത കാണുമ്പോൾ വായിക്കുന്നവർ ഓർത്തുകൊള്ളട്ടെ എന്ന് യഹൂദന്മാർ ഓർക്കും. ആന്റിക്രൈസ്റ്റിന്റെ പ്രതിമയാ അവിടെ വെച്ചിരിക്കുന്നത്. അവരെ യഹോവയായ ദൈവത്തെ അല്ലാതെ ആരെയും ആരാധിക്കുന്നവരല്ല. അതുകൊണ്ട് അവർക്ക് ബോധ്യപ്പെട്ടു. അവര് പിന്മാറി വന്നു. അവർ പിന്മാറ്റത്തിൽ നിന്ന് മടങ്ങി വന്നു. മോശയും ഏലിയാവും പറഞ്ഞത് സത്യമാണെന്ന് പറഞ്ഞ് യഹൂദന്മാർ വിശ്വസിക്കുകയും യഹൂദന്മാരിൽ അനേകര് ആന്റിക്രൈസ്റ്റിന്റെ പടയാളികൾ അവരെ കൊല്ലുകയും ചെയ്യുകയാണ്. അങ്ങനെ 7 വർഷം അവസാനം യഹൂദന്മാരെ ശിക്ഷിക്കേണ്ടതിന് ലോകത്തിലുള്ള സകല രാജ്യങ്ങളും യെരൂശലേമിലേക്ക് വരികയാണ്. ആ സമയത്താണ് നമ്മുടെ കർത്താവ് ഒലിവുമലയിൽ നമ്മളോട് ചേർന്ന് വിശുദ്ധന്മാരോട് ചേർന്ന് അവന്റെ കാല് ചവിട്ടുന്നത്. പല ആളുകൾക്കും തെറ്റിദ്ധാരണയുണ്ട്. നമ്മളിങ്ങനെ പാടുന്നുണ്ട്, ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു, പ്രാണപ്രിയൻ പാദമേൽക്കുവാൻ. അതൊക്കെ അതിന്റെ സമയമായെന്ന 7 വർഷമേ ഉള്ളൂ. അത് വിശ്വാസി എടുക്കപ്പെട്ട ശേഷം 7 വർഷം കഴിഞ്ഞുള്ള സമയത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അന്നേരം പറഞ്ഞ് അവർ കുത്തിയവങ്കരയിലേക്ക് നോക്കും. അവർ കരഞ്ഞ് നിലവിളിക്കുമ്പോൾ അവർക്ക് അവർ കുത്തിയത്, മിശിഹായുടെ തലയിൽ മുൾമുടി അടിച്ചത് ഒക്കെ അവര് നേരിട്ട് കാണും. ദൈവത്തിന്റെ സ്തോത്രം. ആ സംഭവം കഴിയുമ്പോൾ ഈ ഭൂമിയിൽ 1000 വർഷത്തെ ഭരണമാ പ്രിയപ്പെട്ടവരെ. ഞാൻ അതിലേക്കൊന്നും വിവരിക്കുവാൻ കഴിയുന്നില്ല. എന്നിട്ട് നിങ്ങൾ മരിച്ചവര് 1000 വർഷം വരെ യേശുക്രിസ്തു വരുമ്പോൾ മനസ്സാന്തരപ്പെടാത്തവരെല്ലാം മരിച്ചു പോകും. അപ്പൊ അവിടെ പറയുന്നു 1000 വർഷം വരെ അവര് ജീവിച്ചില്ല. അപ്പൊ നമ്മൾ ഓർക്കണം, 4000 വർഷമായി രക്ഷിക്കപ്പെടാത്ത ആളുകളെല്ലാം അധമപാതാളത്തിൽ കിടക്കുകയും. അപ്പൊ അവരുടെ അന്ത്യന്യായവിധിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ആദ്യം തീപ്പൊയ്കയിലേക്ക് തള്ളിയിടേണ്ടത് ആരെയാ? ആദ്യം തീപ്പൊയ്കയിലേക്ക് തള്ളിയിടേണ്ടത് ആന്റിക്രൈസ്റ്റ് അവനിൽ വ്യാപിച്ചിരുന്ന കള്ളപ്രവാചകനെയും അതോടൊപ്പം തന്നെ അന്തിക്രിസ്തു അല്ലെങ്കിൽ ആദ്യ പാമ്പിനെയും അല്ലെങ്കിൽ സർപ്പത്തെയുമാണ് തള്ളിയിടേണ്ടത്. അങ്ങനെ തള്ളിയിട്ട് കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാവർക്കും സന്തോഷമുള്ള ഒരനുഭവമാണ് സ്വർഗത്തിൽ നിന്ന് പറയുകയാണ്. 1000 വർഷം കഴിഞ്ഞ് പുത്രൻ സ്വർഗത്തിലോട്ട് ചെല്ലുകയാണ്. പരിശുദ്ധ റൂഹ ദൈവത്തെങ്കിലുണ്ട്. പുത്രൻ പരിശുദ്ധാത്മാവില് പുത്രനെ ദൈവത്തിൽ അങ്ങ് പ്രവേശിക്കുകയും പിന്നെ ദൈവം മാത്രവും കോടാനുകോടി വർഷം സന്തോഷിക്കുന്ന അനുഭവം. സ്വതന്ത്രം പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ നോക്കിയേ, അതുപോലെ തന്നെ നരകവും നിത്യമായ നരകമാ. തീപ്പൊയ്ക നരകമാ. അതേ, അതുകൊണ്ടാണ് യെശയ്യാ പ്രവചനത്തിൽ പറയുന്നുണ്ട്. ഞാൻ നരകത്തെ കുറിച്ച് എടുക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല, അടുത്ത ആഴ്ച നമുക്ക് ചിന്തിക്കാം. എടുക്കുന്നതുകൊണ്ട് പറയുകയാണ്, അവിടെ പുഴു ചാകയില്ല, തീ കെടുകയില്ല. ഇത്രയും ഓർത്താൽ മതി. അപ്പൊ നമുക്ക് എവിടെ പോകണം? നമുക്ക് സ്വർഗത്തിൽ പോകണം. അതിനെന്തോ ചെയ്യണം? ഒന്ന്, മനസ്സാന്തരപ്പെടണം. ഹല്ലേലൂയ. യേശുക്രിസ്തു എന്റെ പാപത്തിന് വേണ്ടിയാണ് കാൽവരിയിൽ മരിച്ചത്. എന്റെ തലയിലാണ് മുൾമുടി വെക്കേണ്ടത്. അതിന് പകരമായി, എനിക്ക് പകരമായി അവൻ ശിക്ഷ ഏറ്റെടുത്തു. അവന്റെ കൈകളിലും കാലുകളിലുമാണ് അടിച്ച ആണി ഞാൻ എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവൻ ഏറ്റെടുത്തതാ. ഞാൻ ഹൃദയം കൊണ്ട് ചിന്തിച്ചതിന് അവന്റെ വിലാവിൽ കുത്തിയത് ഞാൻ ഓർക്കുമ്പോൾ ഒരു മാനസാന്തരമുണ്ട്. അപ്പൊ നമ്മൾ 4 കാര്യങ്ങളാണ് ചിന്തിച്ചത്.
സ്വർഗത്തിൽ ഒരു സന്തോഷം ഉണ്ടാകാൻ പോവുക. അതുകൊണ്ട് ദൈവം പറഞ്ഞു, സ്വർഗം എൻ്റെ സിംഹാസനമാ, ഭൂമി എൻ്റെ പാദപീഠമാ. അതാണ് നമ്മുടെ കുറിവാക്യം. ദൈവത്തിന് സ്തോത്രം. ആ സ്വർഗത്തിൽ സന്തോഷിക്കുന്ന നിമിഷങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചത്. സ്വർഗത്തിലെ സന്തോഷം ഒന്നാമതായി ഉണ്ടായത് യേശു സകല മനുഷ്യരുടെ പാപത്തിൽ നിന്ന് അവരെ വിടുവിക്കേണ്ടതിന് ബേഥലഹേമിൽ ശിലകൾ പൊതിഞ്ഞ് പശുത്തൊട്ടിയിൽ പിറന്നപ്പോഴാണെന്ന് നമ്മൾ കണ്ടു. 2, മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗം സന്തോഷിക്കുന്നു. 3 നമ്മൾ കണ്ടു, വിശുദ്ധന്മാർ സ്വർഗത്തിൽ അവർ സ്വീകരിക്കപ്പെടുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ദൈവത്തിന് സ്തോത്രം. 4 സ്വർഗത്തിൽ ഒരു സന്തോഷമുണ്ട്. മനുഷ്യനെ തെറ്റിച്ചു കൊണ്ടിരുന്ന എങ്കിലും ക്രിസ്തു മുഖാന്തരം നമ്മൾ രക്ഷിക്കപ്പെട്ടത് കൊണ്ട് നമ്മളും പറയും, എന്നെ തെറ്റിച്ച പിശാച അവനെ എന്നേക്കുമായി നരകത്തിലേക്ക് തള്ളിയിടുമ്പോൾ നമുക്കൊരു വലിയ സന്തോഷമുണ്ട്. ആ സന്തോഷം സ്വർഗത്തിൽ ഉണ്ടാകാൻ പോകുകയാ. പ്രിയപ്പെട്ടവരെ, അതിനധികം താമസമില്ല. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, നിത്യനായ സ്വർഗപിതാവേ, ഞങ്ങളുടെ കർത്താവിന്റെ മനുഷ്യാവതാരത്തിൽ സ്വർഗം സന്തോഷിച്ചുവെങ്കിൽ രണ്ടാമതായി ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നുവെന്ന് ഞങ്ങൾ കണ്ടുവെങ്കിൽ, മൂന്നാമതായി വിശുദ്ധന്മാരെ സ്വർഗത്തിൽ സ്വീകരിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ടെന്ന് ഞങ്ങൾക്ക് കേൾക്കുവാനിടയായെങ്കിൽ, നാലാമതായി എന്നേക്കുമായി സാത്താനെ നിത്യനരകത്തിലേക്ക് തള്ളിക്കളയുമ്പോൾ ഒരു സന്തോഷം സ്വർഗത്തിലുണ്ട്. അത് അവിടെയുള്ള എല്ലാവർക്കും അത് സന്തോഷമാണ്. അപ്പോഴാണ് ആമേൻ ഒരു പാട്ട്, മനോഹരമായ ഒരു പാട്ട്, ആമേൻ സ്വർഗത്തിലെ കോടാനുകോടി ദൂതന്മാരോട് ഒന്നിച്ച് ഞങ്ങൾക്ക് ചേർന്ന് പാടുവാൻ കഴിയുന്നത്. അത് വിശുദ്ധന്മാർ നിത്യതയോളം പാടിക്കൊണ്ടിരിക്കുന്ന ആ മനോഹര ഗാനം പാടുവാൻ കർത്താവേ ഞങ്ങളെയും ഒരുക്കണമേ. ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും പിൻമാറ്റത്തിൽ പോയിട്ടുണ്ടെങ്കിൽ മടങ്ങി വരണം. ഇതുവരെയും രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വചന നിമിത്തം അവർ രക്ഷിക്കപ്പെടുവാനിടയാകും. ഇന്ന് പകൽ ഞാനും നിങ്ങളും നിമിത്തം സ്വർഗം സന്തോഷിക്കുന്ന ദിവസമായി തീരട്ടെ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ യൂട്യൂബിലൂടെ കാണുന്ന ആളുകൾ, അതുപോലെ തന്നെ ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ എല്ലാവരെയും സ്വർഗം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വ്യാഴാഴ്ച നമ്മൾ വീണ്ടും കൂടി വരും വരെ സ്വർഗത്തിന്റെ ചെറിയ കീഴിൽ നമ്മളെ സൂക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ പ്രാർത്ഥന ചുരുക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.